ചിരിക്കുന്നു. എന്താ മാധവേട്ടാ? കാര്യമായിട്ടാണല്ലോ. പറ മാധവേട്ടാ, എന്താ കാര്യം? അതെ, നമ്മൾ സംശയത്തോടെ എടുക്കുന്ന ചില തീരുമാനങ്ങള് വളരെ വളരെ നന്നായെന്ന് പിന്നീട് തിരിച്ചറിയുമ്പോ ആർക്കായാലും സന്തോഷം തോന്നില്ലേ ബാക്കി? അതെ, പക്ഷെ എന്ത് തീരുമാനം എടുത്ത കാര്യം മാധവേട്ടൻ ഈ പറയുന്നത്? എടീ, നമ്മുടെ സത്യന്റെയും ചാരുവിന്റെയും കാര്യം തന്നെ. അതിനത് മാധവേട്ട തീരുമാനമായിരുന്നില്ലല്ലോ, സത്യന്റെ ഇഷ്ടമായിരുന്നില്ലേ? അതെ, എന്നാലും അതായിക്കോട്ടെ എന്ന് തീരുമാനിച്ചത് നമ്മളല്ലേ? ആ, അത് ശരിയാ. അത് ചേർച്ചയാവരുത് തമ്മിൽ, അല്ലേ? ആദ്യം മുതലേ സത്യന്റെ തീരുമാനത്തെ സംശയിച്ചിരുന്നോളൂ ഞാൻ. എന്തോ അവർ തമ്മിൽ ഒട്ടും ശരിയാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. നന്ദുവിന്റെ അഭിലാഷിന്റെ കാര്യത്തിൽ തോന്നിയ തൃപ്തിയൊക്കെ സത്യന്റെയും ചാരുലതയുടെ കാര്യത്തില് എനിക്കില്ലായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ എന്റെ എല്ലാ ധാരണകളെയും തെറ്റിച്ചു കളഞ്ഞു ചാരു. ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതല് അവളുടെ ഓരോ പ്രവൃത്തികളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല കുട്ടിയാ മാധവേട്ട അവള്. എന്തുകൊണ്ടും നമ്മുടെ സത്യന് ചേർന്ന പെണ്ണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട്, എനിക്കറിയായിരുന്നു നിനക്ക് അവളെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടും മിണ്ടിയൊക്കെ വന്നപ്പോഴാ അവളൊരു പാവാണെന്ന് എനിക്ക് മനസ്സിലായത്. അവളുടെ പെരുമാറ്റത്തിൽ തന്നെ അറിയാം, ഏതോ നല്ല സംസ്കാരമുള്ള കുടുംബത്തിലെ കുട്ടിയാ അവള്. അതെ ബാക്കി, വിധിയ അവളെ അനാഥയാക്കിയത്. അന്തസ്വാഭിമാനമുള്ള അച്ഛനും പറഞ്ഞ മകളാവള്. അതിനെന്താ മാധവേട്ട? ഇനി അവൾ അനാഥയല്ലല്ലോ, ഇവിടുത്തെ കുട്ടിയല്ലേ. ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഇരിക്കാനാണെങ്കിൽ വല്ല ബസ്സിലും കയറി പോയാ പോരായിരുന്നു. മിണ്ടാതെയും പറയാതെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി, പക്ഷേ ആദ്യമായിട്ടാ സത്യേട്ടന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പഴയ ഹിന്ദി സോങ്സ് ആണോ സത്യേട്ടന് ഇഷ്ടം? ഇതൊക്കെ നന്ദുവിന്റെ സീഡിയാ. പഴയ ഹിന്ദി സോങ്സ് ആണോ സത്യേട്ടന് ഇഷ്ടം? ഇതൊക്കെ നന്ദുവിന്റെ സീഡിയാ. അതിനകത്ത് വേറെ ഉണ്ടാവും. ചാരുവിന് ഏതാ ഇഷ്ടം എന്ന് വെച്ചെടുത്തോളൂ. വേണ്ട സത്യേട്ട. ഞാനിപ്പിട്ടിരിക്കുന്ന ഷർട്ട് ഏതാണെന്ന് ചാരുവിന് ഓർമ്മയുണ്ടോ? തുറന്നു നോക്ക്. എന്താ സത്യേട്ട, കളർ ഇഷ്ടമായില്ലേ? ശരിക്കും നോക്ക്, എന്നിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയി മാറ്റിയെടുക്കാം. എന്തിനാ ഷർട്ടൊക്കെ വാങ്ങിയത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇഷ്ടമായോ ഇല്ലയോ എന്ന് ആദ്യം പറ. അന്നീ ഷർട്ടിന്റെ പേരിൽ ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയോ? വലിയ ആളായിട്ട് വാങ്ങിക്കൊണ്ടുപോയതല്ലാതെ ഒരു അഭിപ്രായം പോലും പറയാത്തത് കൊണ്ട്. അഭിപ്രായം ഇപ്പൊ ചാരുവിന് മനസ്സിലായില്ലേ? എന്ത് ഇഷ്ടമായി? അല്ലാതെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അത് എടുത്തിടുവോ? എന്നാലും അന്ന് തന്ന ഷർട്ട്
ഇന്നാണോ ആദ്യമായിട്ട് ഇടുന്നേ? ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചാരു. കുറച്ച് വൈകിട്ടായിരിക്കും നമ്മുടെ മനസ്സ് കാണുന്നതും തിരിച്ചറിയുന്നതും. ആ, 3 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് എഴുതാം. ഇൻഫെക്ഷൻ ഒക്കെ ഒന്ന് മാറട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ നോക്കാം. ശരി ഡോക്ടർ. ശരി, വന്നോളൂ. എന്താമ്മേ? അമ്മയല്ല, ഞാനാ. നീ എവിടെയാ ബി? ഞാൻ ഹോസ്പിറ്റലിൽ. എന്താ ചേച്ചി? നീ ഒന്ന് വീട് വരെ വരണം, കഴിയുന്നതും വേഗം. എന്താ കാര്യം? അതൊക്കെ പറയാം, നീ ഒന്ന് വേഗം വാ. എന്താ അമ്മയോടെ? അമ്മയ്ക്ക് എന്തെങ്കിലും? ഓരോന്ന് ചോദിച്ച് നേരം കളയാതെ നീ ഒന്ന് വേഗം വാടാ. ശരി. അമ്മേ, ചേച്ചി, അമ്മേ, അമ്മേ. നീ ഇത്ര വേഗം വന്നോ? പിന്നെ വരാതെ എന്താ കാര്യം പോലും പറയാതെ ഫോൺ കിട്ടിയത് വെച്ച് പോയല്ലേ സുന്ദരച്ചി? എന്താ കാര്യം അങ്ങനെ ഫോണിൽ പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ പറയാത്തത്? ഫോണിൽ പറഞ്ഞ ദാ ഇങ്ങനെ മധുരം തരാൻ പറ്റൂ? എന്തിനാ ഇത്? എന്താ കാര്യം? അത് ശരി, അറിയേണ്ട ആള് മാത്രം ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ? എടാ, നിന്നോട് നേരിട്ട് കണ്ട് പറയണമെന്ന് കരുതിയിട്ടുണ്ടാവും അവള്.